കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. നേരത്തെ സദ്ഗുരു സൂചിപ്പിച്ച പോലെ തന്നെ ശിവലഹരിയിലായിരിക്കും ഈ രാത്രി മുഴുവൻ. അതോടൊപ്പം ആദിയോഗിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. സദ്ഗുരുവിനോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ആഭ്യന്തരമന്ത്രി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്നും. ശ്രീജിത്ത്, ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ആഘോഷങ്ങളിലൊന്നാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവലഹരിയിൽ ഒരു രാത്രി ജനങ്ങൾ, വിശ്വാസികൾ കാത്തിരിക്കുന്നു അവരുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കാൻ എന്നാണ് സദ്ഗുരു പറയുന്നത്. എന്താണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെയായിരിക്കും ഈ രാത്രി അവിടെ നടക്കുന്നത്? തീർച്ചയായും ഇന്ത്യയിലെ ഏറ്റവും വലിയ ആത്മീയ ആഘോഷങ്ങളിലൊന്നാണ് കോയമ്പത്തൂരിലെ ഈഷ യോഗ സെൻറ്ററിൽ നടക്കുന്നത്. അവിടെ ആദി യോഗ സെൻറ്ററിൽ ഇപ്പോൾ മന്ത്രദീക്ഷ നൽകുകയായിരുന്നു സദ്ഗുരു. അതായത് ഈ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ലോകത്തെമ്പാടും നിന്നുള്ള 10,000-കണക്കിന് ആളുകളാണ് അവിടെ എത്തുന്നതും പങ്കെടുക്കുന്നതും. ധ്യാനവും യോഗയുമായി ബന്ധപ്പെട്ടതും സംഗീതവും കലയുമായി ബന്ധപ്പെട്ടതുമായ പരിപാടികളാണ് ഈ ശിവരാത്രി ദിനത്തിൽ അവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രദീക്ഷയാണ് ഇപ്പോൾ സദ്ഗുരു നൽകിയത്. അതായത് ലോകം സമാധാനപൂർണ്ണമാകണം, ലഹരി ഉപയോഗിക്കുന്നത് ഇല്ലാതാകണം, ലഹരിയുടെ ഉപയോഗം യുവാക്കളെയും ചെറുപ്പക്കാരെയും അടക്കമുള്ളവരെ നാശത്തിലേക്ക് നയിക്കും അടക്കമുള്ള വലിയൊരു മന്ത്രദീക്ഷ, വലിയ ദീക്ഷയാണ് ഇന്നിപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഏറ്റവും സമീപകാലത്തായി സാന്ദർഭികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, പരിചയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ മന്ത്രദീക്ഷ നൽകിയിട്ടുള്ളത്. അത് മഹാശിവരാത്രി ദിനത്തിൽ ഇത്രയധികം ആളുകളെ, 10,000-കണക്കിന് അധികം ആളുകളെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നൽകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. മറ്റൊരു കാര്യം, അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹിന്ദി വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദിക്കെതിരായ ഒരു വികാരം തമിഴ്നാട്ടിൽ നടക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം അവിടെ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്കുകളും അങ്ങനെ തന്നെയാണ്. അതായത് ഹിന്ദിയിൽ സംസാരിക്കുന്നതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ, അതായത് സദ്ഗുരുവിനെയും ആദിയോഗിയുടെയും പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ട്, അതിൻ്റെ സൗഭാഗ്യമായി കാണുന്നു. ഒപ്പം രണ്ടുപേരുടെയും ചരണങ്ങൾ, അതായത് 112 അടി ഉയരത്തിലുള്ള ആദിയോഗിയുടെ പ്രതിമയിലും സദ്ഗുരുവിൻ്റെ കാലിലും ചരണങ്ങളിലും വന്ദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണെന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും അധികം ആളുകൾ, അതായത് 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ പരിപാടി, ഏതാണ്ട് ഇന്ന് വൈകിട്ട് 6 മണി മുതൽ നാളെ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന വലിയ മന്ത്രദീക്ഷയും ധ്യാനവും സംഗീതവും കലാപരിപാടികളും അടങ്ങുന്ന വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യമാണെന്നും അത് നന്ദിയും പറഞ്ഞുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പരിപാടിയിൽ പ്രസംഗം ആരംഭിക്കുന്നത്. ഇനി ഇതിനുശേഷം ഇപ്പോൾ നടക്കാനുള്ളത് പരമ്പരാഗതമായ നൃത്ത കലാപരിപാടികളാണ്. സംഗീതവും നൃത്തവും ഇഴചേരുന്ന വലിയ സാംസ്കാരിക പരിപാടികളാണ് കോയമ്പത്തൂരിലെ ഈഷ യോഗ സെൻറ്ററിൽ ഇനി നടക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ തുടർച്ചയായി സദ്ഗുരുവിൻ്റെ മന്ത്രദീക്ഷ നൽകൽ, അതായത് സമൂഹവും നമ്മുടെ ജീവിതവും സംസ്കാരവും സമൂഹവും കുടുംബവും ഒക്കെ ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് സദ്ഗുരു വിവിധ സെഷനുകളിൽ മന്ത്രദീക്ഷ നൽകും. അതിന് മന്ത്രദീക്ഷ തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. അല്ലെങ്കിൽ അതൊരു ഉപദേശമായി തന്നെ അദ്ദേഹം സമൂഹത്തിന് കൈമാറുന്നൊരു പരിപാടിയായിരിക്കും ഇന്ന് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്നത്. അതിനിടയിലായിരിക്കും നേരത്തെ നമ്മൾ സംസാരിച്ച പോലെയുള്ള സംഗീതവും നൃത്തവും ഇടകലർന്ന, പരമ്പരാഗതമായ ഇന്ത്യൻ സംഗീതവും ഇന്ത്യൻ നൃത്തവും ഒക്കെ ഇടകലർന്ന വലിയ പരിപാടികൾ നടക്കാനുള്ളത്. ഈ പരിപാടിയിൽ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കം, കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഘ്വാൾ അടക്കമുള്ള പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഇന്ന് അവിടെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ഇന്ന് രാത്രി മുഴുവൻ അവിടെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ, ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആത്മീയ ആഘോഷങ്ങളിലൊന്നാണ് കോയമ്പത്തൂരിലെ ഈഷ ആദി ശിവ സെൻറ്ററിലെ ഈ മഹാശിവരാത്രി ആഘോഷം എന്ന് പറയുന്നത്. ശരി, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ.